ദില്ലി മുഖ്യമന്ത്രി കേജ്രിവാൾ കഴിഞ്ഞ ദിവസം ജാമ്യം കോടതി അനുവദിച്ചിരുന്നു. അദ്ദേഹം പുറത്തിറങ്ങിയിരുന്നു. മലയാള മാധ്യമങ്ങൾ അത് വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു. ചില മാധ്യമങ്ങളുടെ തലക്കെട്ട് ജയിൽ മോചിതനായ കേജ്രിവാൾ എന്നായിരുന്നു. മോചനമല്ല, ജാമ്യമാണെന്ന് മനസ്സിലാക്കണം. രണ്ടാമത് കേരളത്തിൻ്റെ 10 മുത്തശ്ശി എഴുതിയ തലക്കെട്ട് വെടിക്കെട്ടായി കേജ്രിവാൾ എന്നാണ്. അങ്ങനെ കേജ്രിവാൾ ഇറങ്ങുന്നു, രാജ്യത്തെമ്പാടും മോദി വിരുദ്ധ തരംഗം അലയടിക്കുന്നു, BJP തോറ്റ് തുന്നം പാടുന്നു. ഇതായിരുന്നു ഇന്നലത്തെ കേരളത്തിലെ ഒരു ട്രെൻഡ്. എല്ലാവരും അങ്ങനെ പറയുകയുണ്ടായി. അങ്ങനെയുള്ളവരുടെ മുമ്പിലേക്ക് നമ്മൾ ചില ചോദ്യങ്ങളാണ് ഇന്ന് ഉന്നയിക്കുന്നത്. അതായത് നമ്മൾ കണ്ടെത്തിയ പോയിന്റ് നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ അതിനൊരു ഉത്തരം നൽകിയാൽ നിങ്ങൾ പറയുന്നതെല്ലാം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. കേജ്രിവാൾ എങ്ങനെ അകത്തുപോയി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ കോൺഗ്രസ് ആണ് കേജ്രിവാളിനെതിരെ ഈ മദ്യകുംഭകോണ കേസിൽ ആദ്യത്തെ കേസ് ഫയൽ ചെയ്യുന്ന പരാതി കൊടുക്കുന്നത്. ലഫ്റ്റനന്റ് ഗവർണർക്കാണ് ആദ്യമായി കോൺഗ്രസ് പരാതി കൊടുക്കുന്നത്. കോൺഗ്രസ് പരാതി കൊടുത്ത് വെറും വെള്ളക്കടലാസിലായിരുന്നില്ല, ഔദ്യോഗികമായ അവരുടെ ലെറ്റർ പാഡിലായിരുന്നു. അതായത് അന്ന് പല മാധ്യമങ്ങളും പറഞ്ഞത് ഈ കോൺഗ്രസിന് തീരാത്ത പക ആം ആദ്മിയോടുണ്ട്, കാരണം അവരെ ദില്ലിയിലടക്കം കടപുഴക്കിയത് ആം ആദ്മിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ആ കൊടുത്ത പരാതിയിൽ കഴമ്പുണ്ടെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലായപ്പോഴാണ് സിസോദിയ അകത്തായത്, ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത അകത്തായത്. അപ്പോഴേ അറിയാമായിരുന്നു അടുത്തത് കേജ്രിവാളാണെന്ന്. കാരണം ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ കുംഭകോണം നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായ പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും അന്വേഷണം എത്തി നിൽക്കുന്ന കേജ്രിവാളിലായിരിക്കുന്നത്. കേജ്രിവാളിന് മാത്രമല്ല, ഈ നാട്ടിൽ ജനിച്ച് അല്പം ബുദ്ധിയുള്ള കുഞ്ഞിന് പോലും തിരിച്ചറിയാമായിരുന്നു. അങ്ങനെ അന്വേഷണം മുറുകവെ കേജ്രിവാളിനെ പിടികൂടുന്നു, അകത്താകുന്നു. അന്നത്തെ സോഷ്യൽ മീഡിയകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, കോൺഗ്രസ്സുകാർ അത് വളരെ ഭംഗിയായി തന്നെ ആഘോഷിച്ചു. ഞങ്ങൾ കൊടുത്ത പരാതിയിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നവർ അഭിമാനപൂർവ്വം പോസ്റ്റ് ചെയ്തു. അതിനെ നിഷേധിക്കാൻ സംഘികളാരും പോയില്ല. കാരണം സത്യമാണ്, കോൺഗ്രസ്സുകാരായിരുന്നു ഈ അന്വേഷണത്തിൻ്റെ തുടക്കമിട്ടത്. ആ അന്വേഷണം കൊടുമ്പുരി കൊണ്ടപ്പോഴാണ് വലിയൊരു കുംഭകോണം ഈ രാജ്യമറിഞ്ഞതും അഴിമതിക്കെതിരെ പോരാടിയ കേജ്രിവാൾ അകത്തായതും. ഇപ്പോൾ ഇതാ കേജ്രിവാൾ ജാമ്യം നേടി പുറത്തായിരിക്കുന്നു. ഇപ്പോഴുള്ള കേജ്രിവാളും നമ്മളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളെന്ന് പറയുമ്പോൾ ഞാനും ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരും തമ്മിൽ നമ്മൾ സർവ്വസ്വതന്ത്രരാണ്. പക്ഷേ കേജ്രിവാൾ സ്വതന്ത്രനല്ല. 10 ലക്ഷം രൂപയുടെ ബോണ്ട് കെട്ടിവെച്ചിട്ടാണ് കേജ്രിവാൾ ഇപ്പോഴും നടക്കുന്നത്. നമ്മളാർക്കും ബോണ്ട് കെട്ടിവെച്ചിട്ടില്ല. കാരണം ഇപ്പോഴുള്ള ജാമ്യ വ്യവസ്ഥയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പിഴവുണ്ടായാൽ 10 ലക്ഷം സർക്കാരിന് പോകും. ഒപ്പം തന്നെ മറ്റു ചില നിബന്ധനകളുണ്ട്. നമുക്കാർക്കും നിബന്ധനകളില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മളാരും പ്രതിപ്പട്ടികയിലില്ല, നമ്മളാരും ജാമ്യത്തിലുമല്ല എന്നുള്ളതാണ്. ഏതായാലും കേജ്രിവാൾ ഇറങ്ങിയതോടുകൂടി തന്നെ BJP തകർന്നടിയുമെന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത്. അവരോട് ഒരു ചോദ്യമേ ഉള്ളൂ. അങ്ങനെ കേജ്രിവാൾ വലിയ മിടുക്കനായിരുന്നെങ്കിൽ നിങ്ങൾ INDA മുന്നണി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ കൺവീനർ സ്ഥാനമെങ്കിലും കേജ്രിവാളിന് നൽകുമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ നൽകിയില്ല? കേജ്രിവാൾ മിടുക്കനായിരുന്നുവെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു സീറ്റെങ്കിലും നൽകുമായിരുന്നു. നക്കാപ്പിച്ചയ്ക്ക് ഗതിയില്ലാത്ത ഇവിടുത്തെ ഇടതുപക്ഷത്തിന് പോലും ബീഹാറിലും മധ്യപ്രദേശിലും അടക്കം സീറ്റ് നൽകിയ നിങ്ങൾ അതിനേക്കാൾ അല്പം കൂടി ശക്തിയുള്ള കേജ്രിവാൾ ഉത്തരാഖണ്ഡിലടക്കം 2022 ഇലക്ഷൻ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തൊരു മാധ്യമപ്രവർത്തനമാണ് ഞാൻ. അവിടെയുള്ള അവരുടെ ശക്തിക്കെങ്കിലും വെച്ച് എവിടെങ്കിലുമൊക്കെ ഒരു സീറ്റ് കൊടുക്കാമായിരുന്നു. പക്ഷേ നിങ്ങൾ ആകെ ഒരു അലയൻസ് ഉണ്ടാക്കിയത് നിങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല. പകരം INDA മുന്നിലെ പ്രബലമായ കോൺഗ്രസും കേജ്രിവാളും കൂട്ടുകൂടിയതാകെ ദില്ലിയിൽ മാത്രമാണ്. അവർക്ക് ശക്തിയുള്ള പഞ്ചാബിൽ പോലും കൂട്ടുകെട്ടില്ല. ദില്ലിയിൽ കേജ്രിവാളിൻ്റെ പാർട്ടിയായ ആം ആദ്മിക്ക് കരുത്തുണ്ടായിരുന്നെങ്കിൽ 7 സീറ്റിലും അവർ ഒറ്റയ്ക്ക് മത്സരിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് 3 പേർ മത്സരിക്കുന്ന മത്സരത്തിൽ 3-ാം സ്ഥാനത്ത് ലാൻഡ് ചെയ്യുന്ന കോൺഗ്രസുമായി കേജ്രിവാൾ കൂട്ടിക്കെട്ടിയതെന്ന് ചോദിച്ചാൽ മത്സരിക്കുന്ന 7-ൽ ഒരെണ്ണമെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ദില്ലിയിൽ ഇത്തവണയും അത് കിട്ടില്ലെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി തറപ്പിച്ച് പറയുന്നു. ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ മുമ്പ് ഞങ്ങളൊരു വാർത്ത ചെയ്തിരുന്നു 7-7 BJPക്കാണെന്ന്. അത് പറയുന്നത് കവിട് നിരത്തിയിട്ടല്ല, പകരം കൃത്യമായി ലോജിക്ക് വെച്ചിട്ടാണ്. ദില്ലിയിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ജനം വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയം നോക്കിയല്ല. രാഷ്ട്രീയം കഴിക്കുകയും രാഷ്ട്രീയം ശ്വസിക്കുകയും രാഷ്ട്രീയത്തിൽ ഉറങ്ങുകയും ചെയ്യുന്നൊരു ജനത ഇവിടെ മാത്രമേ ഉള്ളൂ. പല സംസ്ഥാനത്തും അങ്ങനെയല്ല. അവരുടെ മുൻപോട്ടുള്ള യാത്രയെ ലക്ഷ്യമാക്കിയാണ് വോട്ട് ചെയ്യുന്നത്. ദില്ലിയിലെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ഭരണം മാത്രമേ കേജ്രിവാളിൻ്റെ കയ്യിലുള്ളൂ, ബാക്കി ഭരണം കേന്ദ്രത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ അവർക്ക് കൂടിയേ തീരൂ. അതുകൊണ്ടാണ് അവർ കാലാകാലങ്ങളിൽ കേന്ദ്രത്തിന് വോട്ട് ചെയ്യുന്നത്. അത് BJP അല്ല, നാളെ കോൺഗ്രസ് വന്നാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. സംസ്ഥാനത്ത് അവർ കേജ്രിവാളിന് വോട്ട് ചെയ്യുന്നു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും സ്ഥിതി ഇങ്ങനെ തന്നെയാണ്. അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നണിക്കോ അവർ വോട്ട് ചെയ്യും. കാരണം കേന്ദ്ര സഹായമില്ലാതെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ മുമ്പോട്ട് പോകില്ലെന്ന് അവർക്കറിയാം. നമ്മളുടെ ഗതി അതൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് രാഷ്ട്രീയം വിട്ട് വേറെ കളിയില്ല, വേറെ വഴിയില്ല. ഇനി വളരെ കൗതുകരമായ കാര്യം, കേജ്രിവാൾ അകത്ത് പോയപ്പോൾ
കോൺഗ്രസ്സുകാർ ആഘോഷിച്ചെങ്കിൽ CPM അടക്കമുള്ള പാർട്ടികൾ അതിനെതിരെ വലിയ വിമർശനവുമായി രംഗത്തെത്തി, വലിയ പ്രതികരണവുമായി രംഗത്തെത്തി. പലരുടെയും പ്രൊഫൈൽ ഫോട്ടോകൾ കേജ്രിവാൾ നിറഞ്ഞു. അതിൽ അത്ഭുതമൊന്നുമില്ല. പണ്ട് സദാം ഹുസൈൻ മരിച്ചപ്പോൾ ഹർത്താൽ നടത്തിയവരാണ് ഇവിടുത്തെ CPMകാർ. ഈ സദാം ഹുസൈൻ ആരാന്ന് കൂടി നാം അറിയണം. CPMകാരെ കുട്ടക്കുരു ചെയ്തൊരു ഭരണാധികാരിയായിരുന്നു സദാം ഹുസൈൻ. അമേരിക്കക്കാർ സദാം ഹുസൈനെ കൊന്നു എന്ന് പറഞ്ഞായിരുന്നു അന്ന് ഹർത്താൽ. അങ്ങനെ പ്രത്യേകിച്ച് CPMന് ഒന്നും ഇല്ല. ആര് മരിച്ചാലും ആര് ജനിച്ചാലും CPM ആഘോഷിക്കും, വേണ്ടി വന്ന ഹർത്താലും ബന്ധം നടത്തും. അവരുടെ കാര്യം വിട്ടേക്കുക. CPM ഇലക്ഷൻ കഴിഞ്ഞ് എപ്പോഴെങ്കിലും കേജ്രിവാളിനെ കുറിച്ച് അക്ഷരം മിണ്ടിയതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കില്ല. കാരണം കേജ്രിവാളിന് CPMന് വലിയ താല്പര്യമില്ല. കാരണം കേജ്രിവാൾ ഇവരെ അടുപ്പിക്കാറില്ല. എന്തിനേറെ പറയുന്നു, കോൺഗ്രസുമായി ഗതികെട്ടപ്പോൾ മാത്രമാണ് ദില്ലിയിൽ ഒരു അലയൻസിന് അവർ ശ്രമിച്ചത്. ഏതായാലും കേജ്രിവാളിനെ പാടിപ്പുകഴ്ത്തുന്നവർ ഇതുകൂടി അറിയണം. കേജ്രിവാൾ വലിയ ശക്തനാണെങ്കിൽ സ്വന്തം തട്ടകമായി ദില്ലിയിൽ 7 സീറ്റിലും അവർക്ക് മത്സരിക്കാമായിരുന്നു. അന്ന് കേജ്രിവാൾ അകത്ത് പോയിട്ടില്ല, പ്രതിയല്ല. അതായത് സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ അഴിമതിക്കെതിരെ പോരാടുന്ന കേജ്രിവാളായിരുന്നു. ആ കേജ്രിവാളിനെ ഇന്ത്യ മുന്നണി 7 തടിപ്പിച്ചിട്ടില്ല. ആ 7 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കേജ്രിവാളിന് ധൈര്യമുണ്ടായിട്ടില്ല. ആ കേജ്രിവാളാണ് ഇപ്പോൾ ഈ കേസിൽ കുടുങ്ങി, അഴിമതി കേസിൽ കുടുങ്ങിയിട്ട് പുറത്തു വരുന്നത്. ആ കേജ്രിവാൾ എന്തോ മലമറിക്കുമെന്ന് പറഞ്ഞാൽ ചിരിക്കാനേ കഴിയൂ. ഏതായാലും ഇനി ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രാഥമിക വിവരം ശേഖരിച്ചു എന്നാണ് വിവരം. ആ അന്വേഷണം ഇവിടം കൊണ്ടും തീരില്ല. ED അല്ലത്, NIA ആണ്. ഖാലിസ്ഥാൻ ഭീകരരിൽ നിന്ന് 130 കോടി രൂപ വാങ്ങി എന്നുള്ളതാണ് കേസ്. ആ കേസ് ഇപ്പോൾ ലഫ്റ്റനൻറ്റ് ഗവർണർ NIA അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ അന്വേഷണം എത്താതിരിക്കില്ല, എവിടെയെങ്കിലുമൊക്കെ എത്തുക തന്നെ ചെയ്യും. കാരണം 10 വർഷം കൊണ്ട് ഉണ്ടായ ഒരു പാർട്ടി, 10 വർഷമുണ്ടായ വളർച്ച നിങ്ങളൊന്ന് പരിശോധിക്കണം. ആ പാർട്ടി ഉണ്ടായതിനു ശേഷം ഈ രാജ്യത്ത് നടന്ന മിക്കവാറും എല്ലാ തെരഞ്ഞെടുപ്പിലും അത്യാർഭാടപൂർവ്വം മത്സരിച്ചൊരു പാർട്ടിയാണ്. 2022 ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഉത്തരാഖണ്ഡ് അടക്കം സന്ദർശിക്കുകയും തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ താഴോട്ട് പോവുകയാണെങ്കിൽ പഴയ വീഡിയോകൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ദൃശ്യങ്ങളൊക്കെ. അവിടെ വലിയ ഹോർഡിങ്സുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഹോർഡിങ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കമ്പിക്കാലിൽ വലിച്ചു കെട്ടുന്ന ഒരു തുണിയല്ല, പകരം ലൈറ്റുകളിട്ട് രാത്രിയിൽ മിന്നിത്തിളങ്ങുന്ന വലിയ രീതിയിലുള്ള ഹോർഡിങ്സുകൾ, വൻകിട കമ്പനികൾ വെക്കുന്ന തരത്തിലുള്ള ഹോർഡിങ്സുകളാണ് ഉത്തരാഖണ്ഡിലെങ്ങും ആം ആദ്മിക്കായി നിരന്നത്. ഇതൊന്നും വെറുതെ കിട്ടുന്നതല്ല, പണം തന്നെ മുടക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണമുള്ള പാർട്ടി CPM ആണ്. പക്ഷേ അവർക്ക് ബുദ്ധിയുണ്ട്. ബംഗാളിൽ കച്ചവടം പൂട്ടിയപ്പോൾ 5 പൈസ പിന്നീടിറക്കാൻ അവർ തയ്യാറായില്ല. ത്രിപുരയിലും ഇനി ഇറക്കാൻ സാധ്യതയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും വലിയ ഫണ്ട് അവർ ഇറക്കിയില്ല. കാരണം ഇറക്കുന്ന മുടക്കുമുതൽ തിരിച്ചു കിട്ടില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. പക്ഷെ അവർ പണമിറക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അങ്ങനെ ബുദ്ധിയുള്ള CPMനേക്കാളും അതിബുദ്ധിമാനാണ് കേജ്രിവാൾ. കേജ്രിവാൾ അങ്ങനെ ഗോവയിലും ഉത്തരാഖണ്ഡിലും പഞ്ചാബിലും ഹിമാചലിലും എന്ന് വേണ്ട എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും അവിടെയൊക്കെ പണമൊഴുക്കി വലിയ പരസ്യം ചെയ്യണമെങ്കിൽ കേജ്രിവാളിന് നോട്ടടി യന്ത്രമൊന്നുമില്ല. എവിടുന്നെങ്കിലുമൊക്കെ വല്ലാത്ത രീതിയിൽ പണം വന്ന് ചാടണം. അതിപ്പോൾ മദ്യക്കുംഭകോണ കേസായാലും പന്നു പറഞ്ഞ കണക്ക് ഖാലിസ്ഥാൻകാരുടെ നിന്ന് വാങ്ങിയ പണമായാലും അതിനൊന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ല. CPMകാരുടെ കഥ അതല്ല. ഇന്ത്യയിൽ ഏറ്റവും ധനികരായൊരു പാർട്ടി തന്നെയാണ് CPM. അവരുടെ ലക്നൌവിലുള്ള ഓഫീസ് നേരിട്ട് പോയി കണ്ടവനാണ് ഞാൻ. അവിടുത്തെ സെക്രട്ടേറിയറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഈ സ്ഥലവും ഓഫീസുമൊക്കെ. ഇപ്പോൾ വിറ്റാലും 1000 കോടി രൂപ കിട്ടും. പക്ഷേ അവർ അവിടെ പണമെറിഞ്ഞ് കളിക്കാൻ തയ്യാറില്ല. കാരണം തിരിച്ചു കിട്ടില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. പക്ഷേ തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ളിടത്താണ് കേജ്രിവാൾ കോടികൾ എറിഞ്ഞ് കളിച്ചത്. ഈ പണം എവിടെ നിന്ന് വന്നു എന്ന് ജനം അറിയണ്ടേ? അതിൻ്റെ അന്വേഷണം തുടങ്ങിയപ്പോഴേ അകത്തായി. ഇപ്പോൾ നൽകിയിരിക്കുന്നത് ജാമ്യമാണ്. ആ ജാമ്യം എന്തുകൊണ്ട് നൽകിയതും കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ആം ആദ്മി എന്ന പാർട്ടിക്ക് പ്രചരണത്തിന് പോകാൻ കേജ്രിവാൾ അല്ലാതെ മറ്റാരുമില്ല. ഇവിടെ വളരെ രസകരമായ മറ്റൊരു കാര്യമുണ്ട്. CPM ഈ ഇലക്ഷൻ തൊട്ട് മുമ്പ് വരെ കേജ്രിവാളിന് വേണ്ടി വിലപിച്ചെങ്കിൽ ഇപ്പോൾ കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. ഇനി സാക്ഷാൽ പിണറായി വിജയനും കേജ്രിവാളും ഒപ്പം തന്നെ ചന്ദ്രശേഖർ റാവു, തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു എല്ലാം കൂടെ ചേർന്ന് ഒരു കുറുമുന്നണി രൂപീകരിച്ചു. അത് അധികാരത്തിൽ വരുമെന്നൊക്കെ പ്രചരിപ്പിച്ചു. അതിൻ്റെ പൂജാ സമയത്ത് പിണറായി വിജയൻ പങ്കെടുത്തിരുന്നു. ഏതാണെന്നറിയില്ല, കഷ്ടകാലമാണോ നല്ല കാലമാണോ എന്നറിയില്ല. ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ K കവിതയും ഈ മദ്യകുംഭകോണത്തിൽ അകത്താണ്. ഈ K കവിതയും സിസോദിയേക്കാളും വലിയ കുറ്റം തന്നെയാണ് കേജ്രിവാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഈ പ്രചരണത്തിന് മാത്രമാണ്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് 1-ാം തീയതി കൂട്ടിൽ കയറണമെന്ന്. അതായത് കിളിക്കൂട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ്. പുറത്തൊക്കെ കൊത്തി നടന്നു കഴിഞ്ഞാൽ 1-ാം തീയതി തിരിച്ചു കയറണം. ആഘോഷം കണ്ടാത്തൊന്നും കേജ്രിവാൾ ഇറങ്ങി മോദി എന്തോ മലർത്തിയടിക്കുമെന്ന്. ആകെ 7 സീറ്റ് ദില്ലിയിൽ. അത് തന്നെ ജയിക്കണമെങ്കിൽ കോൺഗ്രസ് കനിയണമെന്നുള്ള അവസ്ഥയിലാണ് ജയിലിൽ പോകുന്നതിന് മുമ്പ് ഈ കൂട്ടുകെട്ടുണ്ടാക്കിയത്. ഇനി അവർക്ക് സീറ്റ് കിട്ടും. എവിടെയെന്ന് ചോദിച്ചാൽ പഞ്ചാബിൽ. അവിടെ BJP സംബന്ധിച്ച് വലിയ മോഹങ്ങളൊന്നുമില്ല. 2 സീറ്റാണ് അവർക്ക് പരമ്പരാഗതമായിട്ടുള്ളത്. ഇത്തവണയും അതുതന്നെയാണ്. ഒരെണ്ണം കൂടെ കൂടുതൽ കിട്ടുമെന്ന് അവർ പറയുന്നു. കിട്ടുമായിരിക്കാം,
ഇല്ലെങ്കിലും നഷ്ടമൊന്നുമില്ല. പിന്നെ പറയുന്ന ഹരിയാനയെ വലിയ നഷ്ടമുണ്ടാക്കും. ഹരിയാനയിലെ കാര്യം ഞങ്ങൾ പണ്ടേക്ക് റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ 10 സീറ്റ് മുമ്പ് BJP ജയിച്ചതാണ്. ഇത്തവണ അവിടെ 8 സീറ്റ് ജയിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അതിന് കാരണം മറ്റൊന്നുമല്ല, ചെറിയ ഗട്ടറുകൾ അവിടെയുണ്ട്. ആ ഗട്ടറുകളൊക്കെ നേരെയാക്കാതെ BJP മുൻപോട്ട് പോകില്ല. അവിടെ മാത്രമല്ല, ചില സംസ്ഥാനങ്ങളിലൊക്കെ അത്തരത്തിൽ ചില ഗട്ടറുകൾ അവിടെയുണ്ട്. ഗട്ടർ എന്ന് പറയുമ്പോൾ ആരുടെയെങ്കിലും പേരാണെന്ന് തെറ്റിദ്ധരിക്കരുത്, കുഴികളെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെയാണ് കേജ്രിവാളിനെ പൂഴ്ത്തി നടക്കുന്നവർ അറിയേണ്ടത്. മലയാളത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മോദി വിരോധികളും BJP വിരോധികളും ഒക്കെ ആയിട്ടുള്ള അനവധി പേർ അത് വായിക്കാനും കാണാനും ഉണ്ടാകുമെന്ന് മാധ്യമ മുതലാളിമാർക്ക് നന്നായി അറിയാം. എല്ലാവരും നിൽക്കുന്നത് ലാഭത്തിന് വേണ്ടി തന്നെയാണ്. അത് പാർട്ടി ആയാലും മാധ്യമമായാലും ആരായാലും ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും ഈ മാധ്യമ വാർത്ത കണ്ട് കരയുന്ന സംഖ്യയോട് ഒന്നേ പറയാനുള്ളൂ, ദില്ലിയിലെങ്കിലും ഒന്ന് ജയിച്ച് കാണിച്ചാൽ കേജ്രിവാൾ മിടുക്കനാണെന്ന് പറയാം. അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ അവിടെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.